ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ അടുത്ത പാട്ടിലേക്ക് പോകാം. റെക്കണിംഗ് ടൈം. എന്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുക? റെക്കണിംഗ് ടൈമാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അതായത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്ററുകൾ മനസ്സിലാക്കാനായിട്ട്, ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഉപയോഗിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ കൂടുതൽ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയിൽ കിട്ടുകയും ചെയ്യും. റെക്കണിംഗ് ടൈമിലേക്ക് പോകാം നമുക്ക്. ഇവിടെ കുറച്ച് വർഷങ്ങൾ തന്നിട്ടുണ്ട്. 1947, 1956, 1930. 1947 പ്രത്യേകത എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലേ? സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ്. ആർക്ക്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ്. 1947 ഓഗസ്റ്റ് 15. നെക്സ്റ്റ് ഒരു വർഷം പറഞ്ഞിട്ടുണ്ട്, 1956. എന്താ 1956 പ്രത്യേകത? കേരളം രൂപം കൊണ്ടതാണ് അല്ലേ? കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 1956 നവംബർ 1. നെക്സ്റ്റ് 1930, 1930. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷമാണ്. എങ്ങോട്ടാണ്? ദണ്ഡിയാത്ര എന്നും പറഞ്ഞ് നമ്മൾ തുടർന്നുള്ള വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. എന്തിനു വേണ്ടിയാണ് ഈ ഇയേഴ്സ് പറയുക? ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ പറയും. സ്വാതന്ത്ര്യത്തിന് മുമ്പായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സ്വാതന്ത്ര്യത്തിന് 1930 സ്വാതന്ത്ര്യം കിട്ടിയത് 1947. അപ്പം എന്നായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? സ്വാതന്ത്ര്യം കിട്ടി അതിന് മുമ്പ് 17 വർഷം മുമ്പായിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ വർഷങ്ങളെക്കുറിച്ച് എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. കാലഘട്ടങ്ങൾ, ക്രോണോളജി ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ ദ ഇയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായിട്ട് ബേസ് ചെയ്ത് പറയുന്നു. ഇന്ന് ദ ക്രിസ്ത്യൻ ഇറ ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദ വേൾഡ്. ഇന്ന് കാലം കണക്കാക്കുന്നതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ അത്? അതായത് ക്രിസ്തു വർഷത്തെ കണക്കാക്കിയാണ് ഇന്ന് കാലങ്ങൾ കണക്കാക്കപ്പെടുന്നത്. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം, അങ്ങനെയാണ്. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം, അങ്ങനെയാണ്. അപ്പോൾ ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം, ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. നിങ്ങൾ താഴെ ഒരു ചിത്രം കണ്ടോ? നിങ്ങളുടെ പുസ്തകത്തിൽ 2 ആരോസ്, ഒരു റൈറ്റ് ആരോ ഒരു ലെഫ്റ്റ് ആരോ അല്ലേ? ആ 2 ആരോസ് കണ്ടോ നിങ്ങൾ? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു സൈഡിൽ BC എന്ന് എഴുതിയിട്ടുണ്ട്, മറ്റൊരു സൈഡിലോ AD എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് അറിയണം? BC എന്താണ് എന്നും AD എന്താണ് എന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. But today the Christian era is common scale of chronology all over the world എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ക്രിസ്തു വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് കാലം കണക്കാക്കപ്പെടുന്നത്. The period in history is divided into, ചരിത്രത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. AD എന്നും BC എന്നും. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പം നമുക്ക് കണ്ടിരിക്കുന്ന 2 ആരോസിൻ്റെയും നടുഭാഗത്തൊരു ചെറിയൊരു വിടവുണ്ടല്ലേ? നമുക്കതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാം. ആ വരയെ, ആ നടുക്കുള്ള ഇതിപ്പോൾ തമ്മിൽ ചേർക്കുന്ന ഒരു വര വരച്ചാൽ ആ വരയാണ് എന്ത്? ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ആ വരയായിട്ട് നമുക്ക് കണക്കാക്കാം. യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേരുന്ന ആ സ്പേസാണ്. യേശുക്രിസ്തുവിന് ശേഷം, ജനനത്തിന് ശേഷം നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നു? AD എന്ന് സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതാണ് BC എന്ന് പറയുന്നത്. ജനനത്തിന് ശേഷവും മുമ്പും ക്രിസ്തു വർഷമാണ് അല്ലേ? ക്രിസ്തു വർഷം നടുക്ക് വരുന്നു, ക്രിസ്തു നടുക്ക് വരുന്നു. ക്രിസ്തുവിന് ജനനം നടുഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കാം. ഈ 2 ആരോസിൻ്റെ ഇടയ്ക്കുള്ള വിടവിനെ അത് ചേർത്ത് നമുക്കൊരു വര അങ്ങ് വരച്ച് അത് ക്രിസ്തുവിൻ്റെ ജനനമായിട്ട് കണക്കാക്കാം.
ഇപ്പം എ ഡി എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടമാണ്. ബി സി എന്ന് പറയുന്നതോ യേശുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടം. ഇനി ഈ പേരുകൾക്ക് ബി സി, എ ഡി, അതല്ലെങ്കിൽ സി ഇ, ബി സി ഇ, ഇങ്ങനെ കുറേ ലെറ്റേഴ്സ് നിങ്ങളിവിടെ കാണുന്നുണ്ട് അല്ലേ? ഷോർട്ട് ഫോംസ് നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് പറയേണ്ടത്. എ സി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? എ സി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് മുമ്പാണ്. അന്നോ ഡോമിനി എന്ന് പറയും. അന്നോ ഡോമിനി. എ ഡി എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി. ബി സി എന്ന് പറഞ്ഞാലോ ബിഫോർ ക്രൈസ്റ്റ് ആണ്. ജീസസിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടം. അപ്പം എ സി എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി എന്ന് പറയും. ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നു. ഇനി എ ഡിക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടും. ഇന്ന് എ ഡി എന്നുള്ളത് എങ്ങനെ അറിയപ്പെടുക? കോമൺ ഇറ എന്നാണ് അറിയപ്പെടുക. സി ഇ, കോമൺ ഇറ, കോമൺ കാലഘട്ടമാണല്ലേ. ഇറ എന്ന് പറയുന്നത് എന്താണ്? വർഷമാണ്. കോമൺ വർഷമായിട്ടാണ് സി ഇ എന്ന് പറയുന്നത്. ഏതുപോലെ തന്നെയാണ് അന്നോ ഡൊമിനിയാണ് എ ഡി. എ ഡിക്ക് പകരം ഇന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? കോമൺ ഇറ എന്നാണ് പറയുന്നത്. സി ഇ എന്നും പറയാറുണ്ട്. എ ഡി എന്നും സി ഇ എന്നും പറയാറുണ്ട്. സെയിം മീനിങ് ആണ് രണ്ടിനും എടുക്കുന്നത്. ഇനി ബി സി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ബിഫോർ ക്രൈസ്റ്റ് ആണ്. ബി സിക്ക് ബി സി ഇ എന്നും പറയാറുണ്ട് അല്ലേ? ബി സി ബിഫോർ ക്രൈസ്റ്റ് ആണ്. ബി സി ഇ എന്നും പറയാറുണ്ട്. ബിഫോർ കോമൺ ഇറ എന്നും പറയാറുണ്ട്. അപ്പോൾ ബി സി എന്ന് പറഞ്ഞാലും ബി സി ഇ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സെയിം ആയിട്ടാണ് അർത്ഥമാക്കുന്നത്. എ ഡി എന്നാലും സി ഇ എന്നാലും. എ ഡി എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനിയാണ്. സി ഇ എന്ന് പറഞ്ഞാൽ കോമൺ ഇറ. അങ്ങനെ രണ്ടും സെയിം മീനിങ്ങിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ആരോസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എ ഡിയുടെ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുക? 100, 200, 300, 400, 500 അങ്ങനെ തുടർന്ന് പോകുന്നു അല്ലേ? ബി സിയിലോ സെയിമാണ്. 100, 200, 300, 400, 500. ഒന്ന് ബി സിയിലാണ്, മറ്റൊന്ന് എ ഡിയിലാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എ ഡി 2020 ഇപ്പോഴുള്ള വർഷമല്ല. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ വർഷവും അല്ലേ? അപ്പോൾ 2019, എ ഡി 2019, എ ഡി 2020, എ ഡി 2021, എ ഡി 2041 അങ്ങനെ മാത്രമേ പറയുള്ളൂ ഇനി ഈ വർഷങ്ങൾ അല്ലേ? ബി സി എന്ന് പറയുന്നത് എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് ആണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടമാണല്ലേ? അപ്പോൾ ബി സി 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? 2020 നമ്മളോട് ചോദിക്കുകയാണ്. ബി സി 100 എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്? 100 വർഷം മുമ്പാണെന്നാണോ? അല്ല. പിന്നെയോ 2020 വർഷമായി അല്ലേ? ഇപ്പം യേശുക്രിസ്തു ജനിച്ചിട്ട് 2020 വർഷമായി. അതിൻ്റെ കൂടെ എത്രയും കൂടി കൂട്ടണം? 100 കൂടി കൂട്ടണം. കാരണം ബി സി 100 100 വർഷം ബി സിയും കൂടി ഉണ്ടല്ലേ? അപ്പോൾ 2020 പ്ലസ് 100 = 2120 വർഷം മുമ്പാണ് ബി സി 100 എന്ന് പറഞ്ഞാൽ. ഇനി ബി സി 500 എന്ന് പറഞ്ഞാലോ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഇപ്പോഴത്തെ 2020 വർഷവും കണക്കാക്കണം. അതിൻ്റെ കൂടെ 500 കൂടി കൂട്ടണം. അപ്പോൾ 2520 വർഷം മുമ്പാണ് ബി സി 500 എന്ന് പറഞ്ഞാലെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി 400, ബി സി 400 എത്രയാണ്? ബി സി 400 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയും? 400 കൊണ്ട് കൂടെ ഏതുകൂടി വേണം? എ ഡി 2020 കൂടി കൂട്ടണം. എന്നാലല്ലേ എത്ര വർഷം മുമ്പേ ആയിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. 2020 പ്ലസ് 400 2420 എന്ന് വരും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കണം കേട്ടോ. ബി സി പറയുമ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? പിക്ചറൊന്ന് നോക്കുക.
അതിനുശേഷം AD BC എന്താണ് എന്ന് ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു നോക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരാം. നെക്സ്റ്റ് പേജിൽ എന്താ കാണുന്നത്? ഒരു കലണ്ടർ ഉണ്ട്. കലണ്ടറിൻ്റെ ചുറ്റും കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് അല്ലേ? കുറേ ബോയ് ആൻഡ് ഗേള് നിൽക്കുന്നുണ്ട്. ഏത് കലണ്ടറാണ് അവിടെ കാണുന്നത്? കേരള സർക്കാരിൻ്റെ ഒരു കലണ്ടറാണ്. ആ കലണ്ടറിൽ അവരെന്താ നോക്കുക? നിങ്ങൾ എന്താ കലണ്ടറിൽ നോക്കുക? ഇന്ന് ഏത് ദിവസമാണ്, ഏത് മാസമാണ്, അങ്ങനെ നോക്കും അല്ലേ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കാം. ചിലരൊക്കെ കറുത്ത വാവാണോ വെളുത്ത വാവാണോ നാള് ഒക്കെ നോക്കാറുണ്ട്. നിങ്ങളൊക്കെ ജനിക്കുമ്പോൾ ചിലരൊക്കെ നാള് നോക്കും. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക? കലണ്ടറിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ഹാവ് എ ഗ്ലാൻസ് അറ്റ് ദ കലണ്ടർ, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇറാസ് മെൻഷൻഡ് ഇൻ ദ കലണ്ടർ? റൈറ്റ് ദം ഡൗൺ. ഇവിടെ കുറേ വർഷങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള വർഷങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ക്രിസ്ത്യൻ ഇറ. പിന്നെ 3 കുത്തിട്ടിട്ടുണ്ട് അല്ലേ? അതെന്തിനാ അങ്ങനെ കുത്തായിട്ട് തന്നെ കിടക്കാനാണോ? അല്ല. പിന്നെയോ നമ്മളവിടെ പൂരിപ്പിച്ച് കൊടുക്കണം. നമുക്കവിടെ ഒന്ന് പൂരിപ്പിച്ച് നോക്കാം. എന്താണ് ക്രിസ്ത്യൻ ഇറ എന്ന് പറഞ്ഞാൽ? എന്താ? ക്രിസ്തുവർഷം. എന്താണ്? ക്രിസ്തുവർഷം. ക്രിസ്ത്യൻ ഇറ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവർഷമാണ്. നെക്സ്റ്റ് മറ്റൊന്ന് എന്ത് പറയാം? മറ്റൊരു വർഷം എങ്ങനെ പറയാം? കൊല്ലവർഷം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾക്ക്? കൊല്ലവർഷം, കൊല്ലവർഷം. മറ്റൊന്നാണ് ഹിജറ വർഷം എന്നും പറഞ്ഞുണ്ട്. ഹിജറ ഇറ, ഹിജറ ഇറ എന്നും പറഞ്ഞുണ്ട്. ഹിജറ വർഷം എന്ന് പറയും. മറ്റൊന്നാണ് ശകവർഷം, ശക ഇറ. അപ്പം പലതരത്തിലുണ്ട്. കൊല്ലം ഇറ, കൊല്ലവർഷമുണ്ട്. ക്രിസ്ത്യൻ ഇറയുണ്ട്, കൊല്ലവർഷം, ക്രിസ്തുവർഷം, ശകവർഷം, ഹിജറ വർഷം. ഹിജറ എന്ന് പറയുന്ന അറബി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, വർഷമാണ് ഹിജറ വർഷം. അപ്പം ഹിജറ, ശക, കൊല്ല, ക്രിസ്ത്യൻ, അങ്ങനെ 4 ഇറാസിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച് വയ്ക്കാം. നമ്മൾ ഏത് വർഷത്തിലാണ്, ഏത് ഇറായിലാണ്, ഏത് നൂറ്റാണ്ടിൽ? ക്രിസ്തു വർഷത്തിലാണ് അല്ലേ? നമ്മൾ ക്രിസ്തു വർഷത്തിലാണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വർഷങ്ങളൊക്കെ എങ്ങനെ പറയാവൂ? AD 2020, AD 2040, AD 2050 അങ്ങനെ മാത്രമേ പറയാവുള്ളൂ. നമുക്ക് എന്തുള്ളൂ? ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം, അങ്ങനെ നമ്മളിനി സൂചിപ്പിക്കൂ. ബിഫോർ ക്രൈസ്റ്റ് ഇല്ല, അന്നോ ഡൊമിനിയേ ഉള്ളൂ. AD 2020, AD 2030 അങ്ങനെ നമ്മൾ പറയുകയുള്ളൂ. ഇനി നമുക്ക് സെഞ്ച്വറീസ് എന്ന പാട്ടിലേക്ക് പോകാം. സെഞ്ച്വറീസ് എന്താ? സെഞ്ച്വറീസ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട്. നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? 100 വർഷം ചേരുമ്പോഴാണ് ഒരു നൂറ്റാണ്ടാവുന്നത്. നമ്മൾ ചില ഇൻസിഡൻസ് ഒക്കെ പറയില്ലേ? പ്രളയം ഉണ്ടായിട്ട് ഇത്ര നൂറ്റാണ്ടായി, 25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 100 വർഷം മുമ്പായിരുന്നു ഇതിന് മുമ്പത്തെ പ്രളയം എന്ന് പറയും അല്ലേ? അപ്പോൾ 100 വർഷം മുമ്പ്, 100 വർഷം മുമ്പ് ഇപ്പോൾ ഒരു നൂറ്റാണ്ടാണ് അല്ലേ? 25 വർഷം മുമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നൂറ്റാണ്ടാവുമോ? ഇല്ല. നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷം മുമ്പ് നടന്ന. ഈയിടെയൊക്കെ പ്രളയം വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല, ഒരു 100 വർഷം മുമ്പെങ്ങാണ്ട് പ്രളയം വന്നായിരുന്നു, ഒരു നൂറ്റാണ്ട് മുമ്പാണ് പ്രളയം വന്നിട്ടുള്ളത് എന്നാണ്. അങ്ങനെ നമുക്ക് നൂറ്റാണ്ടുകൾ, 100 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളെ നമുക്ക് നൂറ്റാണ്ടെന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആദ്യം തന്നെ ഓർത്ത് വയ്ക്കുക. എ സെഞ്ച്വറി ഡിനോട്ട്സ് 100 ഇയേഴ്സ്. ഒരു സെഞ്ച്വറി എന്ന് പറയുന്നത് 100 ഇയേഴ്സ് ആണ്. ഇപ്പം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അല്ലേ? ഇവിടെ ടെസ്റ്റിൽ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. AD 1 to AD 100 എന്ന് പറയുന്ന ഏത് സെഞ്ച്വറിയാണ്? 1-ാം നൂറ്റാണ്ടാണ്, ഫസ്റ്റ് സെഞ്ച്വറിയാണ്. AD 1 to AD 100 എന്ന് പറയുന്നത് ഫസ്റ്റ് സെഞ്ച്വറിയാണ്. അങ്ങനെയാണെങ്കിൽ AD 200 to AD 300 ഏത് നൂറ്റാണ്ടാണ്?
1 to 100 എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടാണ്. 100 to 200 എന്ന് പറയുന്നത് 2-ാം നൂറ്റാണ്ടാണ്. 200 മുതൽ 300 വർഷം വരെ AD 200 to AD 300 വരെ എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടാണ്. അതായത് നൂറ്റാണ്ട് പറയുമ്പോൾ ലാസ്റ്റ് വരുന്ന ആ നമ്പറുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. 200 to 300 ലാസ്റ്റ് വന്ന സംഖ്യ ഏതാണ്? 300 ആണല്ലേ. അതിൻ്റെ 3 നൂറ്റാണ്ടായിട്ട് എടുത്തത്, 3-ാം നൂറ്റാണ്ട്. ഇപ്പം 500 to 600 AD 500 AD 600 അത് ഏത് നൂറ്റാണ്ടാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 6 ആണല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയേണ്ടത് 6-ാം നൂറ്റാണ്ട്. ഇനി 4 അക്കം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് 1801 1900. ഇപ്പം എങ്ങനെ എഴുതും? നമ്മൾ 1801 AD 1801 AD 1900 ഇങ്ങനെ 2 സംഖ്യകൾ തന്നേക്കുന്നു. അത് ഏത് നൂറ്റാണ്ടാണ് എന്ന് പറയണം. അപ്പോൾ രണ്ടാമത്തത് എങ്ങനെയാണ്? 19 2 1900 ആണല്ലേ. അങ്ങനെ 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ അവസാനത്തെ സംഖ്യയുടെ 2 പാർട്ട് എടുക്കുക. ആദ്യത്തെ പാർട്ട് 2 ലെറ്റർ എടുക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് 1801 1900 നിങ്ങൾക്ക് AD യിൽ തന്നിരിക്കുന്നത്. AD 1801 AD 1900. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? രണ്ടാമത്തെ സംഖ്യ നോക്കണം. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 1900. അപ്പോൾ അത് എത്രാം നൂറ്റാണ്ടാണ്? 2 0 വിട്ടിട്ടുള്ളത് ഏതാണ്? 19-ാം നൂറ്റാണ്ടാണ്. ഇപ്പം 1700 1800 തന്നേക്കുന്നെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 1800. അപ്പം അതിൻ്റെ 2 0 കളഞ്ഞിട്ട് ഏതെടുത്താൽ മതി? 18 എടുത്താൽ മതി. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി 200 300 എന്ന് ഞാൻ പറഞ്ഞില്ലേ. AD 200 AD 300 അവിടെ എന്ത് ചെയ്താൽ മതി? 2 0 കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സംഖ്യ എടുത്താൽ മതി. അതാണ് നിങ്ങൾക്ക് നൂറ്റാണ്ട് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ വേറൊരു സംഖ്യ നോക്കിയേ. 800 900. രണ്ടാമത്തെ സംഖ്യ ഏതാ? 900. അതിൻ്റെ 2 0 കളഞ്ഞ് കഴിയുമ്പോഴോ 9-ാം നൂറ്റാണ്ട്. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ 2000 തൊട്ട് 2100 വരെ ഏത് നൂറ്റാണ്ടാണ്? 2100 അല്ലേ രണ്ടാമത്തെ സംഖ്യ. അതിലെ 2 0 കളഞ്ഞാലോ 21 നൂറ്റാണ്ടിലാണ് നമ്മൾ. 2020 2100-നുള്ളിലുള്ള സംഖ്യയല്ലേ. അപ്പം നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ്? 21-ാം നൂറ്റാണ്ടിലാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ കുറേ വർഷങ്ങൾ നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. എഴുതിയിട്ട് കുറേ വർഷങ്ങൾ നിങ്ങൾ എഴുതി നോക്കണം. AD മാത്രം മതിയോ നമുക്ക്? പോരാ. BC ഉണ്ടല്ലേ. അപ്പോൾ BC 1-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് എന്താണ്? BC 1-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് BC 1 മുതൽ 100 വരെയുള്ള വർഷങ്ങൾ. BC 2-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് 100-നും 200-നും ഇടയ്ക്ക്. അതും ഇതുപോലെ തന്നെയാണ്. BC എന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ. 200-ൻ്റെ 2 0 എടുത്ത് കളഞ്ഞിട്ട് 2. BC 1900 BC 2000 എന്നാണ് പറയുന്നതെങ്കിലോ അതും ഇതുപോലെ തന്നെയാണ്. 2000 എടുത്തു, അതിൻ്റെ 2 0 കളഞ്ഞു. BC 20. BC 20-ാം നൂറ്റാണ്ടെന്ന് പറയും. അപ്പോൾ കുറേ നൂറ്റാണ്ടുകൾ ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കില്ലേ? അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ, ഇത്രയുമാണ് 5-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. വളരെ നന്നായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. നന്നായിട്ട് വീഡിയോ കേൾക്കണം. വീഡിയോ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്ര സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളുടെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? റോഡ് ടു ഹിസ്റ്ററി. എന്തായിരുന്നു പേര്? റോഡ് ടു ഹിസ്റ്ററി. ചരിത്രത്തിലേക്കുള്ള വഴിയായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ നന്നായിട്ട് വീഡിയോ കേൾക്കുക. അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? സമ്മറി, കുറേ ലെറ്റസ് അസസസ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. കുറച്ച് ആക്ടിവിറ്റീസൊക്കെ തന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ ചെയ്ത് നോക്കാവുള്ളൂ. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്തേക്കാം. ഇതിനകത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ തരും. അതിനു മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നന്നായിട്ട് വീഡിയോ കേട്ട്
ആ ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കുക, ആൻസറുകൾ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കാവുള്ളൂ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് തീർന്നിരിക്കണം. എല്ലാവരും റെഡിയല്ലേ? അതെ അതെ അല്ലേ? ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അതിന് ശേഷം ഇതിൻ്റെ സമ്മറിയും കൂടി തന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ റെഡിയല്ലേ? റെഡി ആയിരിക്കണം. നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.